വൈൽഡ് കാർഡുകൾ പണി തുടങ്ങി മക്കളെ. ആദ്യ പണി കിട്ടിയേക്കുന്ന അക്ബറിനാണ്. ഇന്നത്തെ ഒരു ഉച്ച കഴിഞ്ഞുള്ള ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട്, ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഗെയിമിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ബോംബുകൾ സെലക്ട് ചെയ്ത ഒരു ടാസ്ക് കളി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ബോംബ് കിട്ടിയ അവര് വൈൽഡ് കാർഡുകാർക്ക് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ബൗളിനകത്ത് ചീട്ട് വെച്ചിട്ട് ഇവരെടുക്കുന്ന ചീട്ടിൽ നിന്ന് ഓരോ ചീട്ടെടുക്കുമ്പോൾ അതിനകത്തിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ ഇതിനകത്തിൽ ഈ ബിഗ് ബോസ് കൊടുക്കുന്ന വൻ മുട്ട പണികളായിരിക്കും. ഈ 24 മണിക്കൂർ വൈൽഡ് കാർഡ് കയറി ഒന്ന് കളിച്ചു. ഇപ്പം അതിനൊപ്പം അവർക്ക് മനസ്സിലായി എന്തൊക്കെയാ ഇവർക്ക് കൊടുക്കേണ്ട പണി എന്നുള്ളത്. ഇപ്പൊ വൈൽഡ് കാർഡിനല്ല, ആ വൈൽഡ് കാർഡിനെ കൊണ്ട് നിലവിൽ കിടക്കുന്ന ആൾക്കാർക്കാണ് പണി കൊടുക്കുന്നത്. അപ്പൊ പറയുന്നത് ഇതിനകത്തിൽ ഒരാളെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഇനി ഒരിക്കലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന തീരുമാനം എടുക്കാൻ പറയുന്നു. അതിനകത്തില് ഇപ്പോൾ ആകെപ്പാടെ ഒരു ഭീതി നിറഞ്ഞ ഒരു സമയമെന്ന് വേണം പറയാം. ആര് തെരഞ്ഞെടുക്കുക? വൈൽഡ് കാർഡ് അവരെല്ലാരും കൂടെ തെരഞ്ഞെടുത്ത അക്ബറിനെ ഇനിയും ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി ടാസ്കിന് പേര് നിർദ്ദേശിക്കാൻ ആർക്കും പറ്റത്തില്ല. കാര്യം അതൊരു ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം ബിഗ് ബോസ് അല്ല, ഈ വൈൽഡ് കാർഡുകാരെ കൊണ്ടെടുപ്പിച്ചേക്കുകയാണ്. എന്തായാലും ശരി, ഒരു മുട്ടം പണിയാണ് കിട്ടിയേക്കുന്നത്. അതിന് പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. തെറിപറച്ചില്, പിന്നെ ഓവർ അഗ്രഷൻ, പിന്നെ പണി കൊടുക്കല്, കൂട്ടിത്തല്ലീര്, ഇതൊക്കെയാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ. ഇതിനകത്തിൽ അക്ബർ മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരു 2-3 പേര് ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട്. അപ്പാനിയൊക്കെ ഇന്ന് ഫ്യൂസ് ആയ ദിവസമാണ്. കഴിഞ്ഞ ദിവസം അപ്പാനിയുടെ വായിൽ നിന്ന് ഒരു പച്ചത്തെറി പറഞ്ഞിട്ട് അത് ബസർ അവിടെ മ്യൂട്ട് ചെയ്തേക്കുകയാണ്, സൗണ്ട് അടിച്ചേക്കുകയാണ്. എന്താ തെറി പറയാൻ നമുക്ക് പറ്റത്തില്ല, കേട്ടിട്ടുമില്ല. നമ്മളാ പദം അങ്ങനെ പറഞ്ഞിട്ടുണ്ടപ്പോൾ നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മുടെ ഒരു സംസ്കാരം. അപ്പാനി ഇന്നിരുന്ന് കരച്ചിലായിരുന്നു. ആദില എടുത്ത് പോയിരുന്നു. ആദില പറഞ്ഞു, നീ പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ ക്ഷമ പറയുന്നു. ക്ഷമയൊന്നും അല്ല, എന്ത് പറഞ്ഞാലും നീ എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് അപ്പാനി ഇരുന്ന് കരയുന്നു. അക്ബറിന് പണി കിട്ടി. ഓരോ മണിക്കൂറിലും ഓരോ സംഭവ വികാസങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ട്വിസ്റ്റ് ഉണ്ടാക്കി ബിഗ് ബോസ്, നല്ല കാര്യം. ഓരോരുത്തരും പഠിക്കും. അതിനകത്തിൽ ഇപ്പൊ ആര്യന് നല്ല പണി കിട്ടിയേക്കുകയാണ്. ആര്യനെ പിന്നെ പുതിയ വൈൽഡ് കാർഡുകാര് ജിഷിനും പ്രവീണും കൂടെ മറ്റേ എന്തോ ഒരു മാന സൽമാൻ എന്തോ ഒരു മാനുണ്ടല്ലോ, മാൻ ഏതിലും അനങ്ങുന്നില്ല. മാൻപേടയായിട്ട് മാറിയിരിക്കാൻ തോന്നുന്നു. മസ്താനി എന്റെ അമ്മോ സഹിക്കാൻ വയ്യാത്ത ഒരു ന്യൂസൻസ് ആണ്. ഏറ്റവും വലിയ ന്യൂസൻസ് ആയിട്ട് അതിനകത്ത് മാറി. ഭയങ്കര പുപ്പുലിയായിട്ട് നിന്ന റെനെ കരയിച്ചു തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് നടന്നേക്കുന്നത്. അപ്പാനിക്ക് പിന്നെ മസ്താനി അനീഷിനെ വരെ നീ എന്ന് വിളിക്കുന്നു. നമ്മുടെയൊക്കെ കേരളത്തിൽ ഈ പിള്ളേർ വളർന്ന പിള്ളേരാണോ? ഞാനതാ ചോദിക്കുന്നത്. ഒരു എത്ര അതിനത്തിലെ മത്സരമായിക്കോട്ടെ, ടാസ്ക് ആയിക്കോട്ടെ, പരസ്പരം തെറി വിളിക്കുമ്പോൾ ഒരു ചേട്ടാ വിളിച്ചിട്ട് തെറി വിളിക്കും. അന്തസ്സുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം. ബൈ.